ഫ്ലാറ്റിന്റെ ഇന്റീരിയർ വർക്കൊക്കെ തീരാറായി. നമ്മൾ ഇതുവരെ പെയിന്റിങ്സോ ആർട്ട് വർക്കോ ഒന്നും മേടിക്കാൻ ഇറങ്ങിയില്ല. എന്നാ ചെയ്യേണ്ടി? ശരിയാണല്ലോ. നമുക്ക് ബോംബെക്ക് പോയാലോ? അവിടെയാണെങ്കിൽ ഇവിടെ ജെയിൻ ഉണ്ടല്ലോ, ആർട്ടിസ്റ്റ് CD ജെയിൻ. പുള്ളിക്കാരാകുമ്പോൾ നല്ല പരിചയമുണ്ട് ഈ ഫീൽഡിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ബോംബെക്ക്. ബാംഗ്ലൂരിനെ പറ്റി എന്നാ പറയുന്നത്? ബാംഗ്ലൂർക്കാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, താമസമൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഫ്ലൈറ്റിന് 1 hour പോയിട്ട് തിരിച്ച് പോകാം. അത് നല്ലൊരു ചോയ്സാണ്. ഉണ്ണി, ആ അങ്കിളെ, മോളുടെ ഫ്ലാറ്റിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായി. ഈ ആർട്ട് വർക്കും പെയിൻറ്റിങ്സും ഒക്കെ വാങ്ങിക്കാനായിട്ട് എവിടെ പോകണം, ബോംബെക്ക് പോകണം, ബാംഗ്ലൂർ പോകണം എന്നുള്ള ഒരു ഡിസ്കഷനായിരുന്നു. ഇത്രയും പൈസ ഒന്നും മുടക്കി ബോംബെക്കും ഡൽഹിക്കും ഒന്നും പോകേണ്ട കാര്യമില്ല. ജനുവരി 22 മുതൽ 26 വരെ നമ്മുടെ വരാ ഗാലറിയും സൗണ്ട് ഓഫ് കളേഴ്സും കൂടെ ജോയിൻ ചെയ്ത് കോട്ടയത്ത് ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. കെയർ ആൻഡ് ക്യാൻവാസ് എന്നാണ് ആ ഷോയുടെ പേര്. കെയർ ആൻഡ് ക്യാൻവാസോ? ഒരു പ്രത്യേക പേരാണല്ലോ. അതോ, ഈ ഷോയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 50% അവർ ചാരിറ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് കെയർ ആൻഡ് ക്യാൻവാസ്. ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഫോർ ചാരിറ്റി. ക്യാൻസർ രോഗിയായ ഒരമ്മയുടെയും അവരുടെ ഓട്ടിസം ബാധിച്ച മോഡേയും ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടാണ് അവർ ഈ പണം ചെലവഴിക്കുന്നത്. എവിടെ വെന്യൂ എവിടെ ഇതിന്റെ? ആൻറ്റി, അതെ, നമ്മുടെ ലോഗോ സെൻറ്ററിലുള്ള DC ബുക്സിൻ്റെ ബിൽഡിങ്ങിൽ ലളിതകലാ അക്കാദമിയുടെ ഒരു ആർട്ട് ഗാലറി അവിടെ വെച്ച് ഞാൻ ഉണ്ടി കൃത്യ സമയത്താണ് വന്നത് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇപ്പൊ എന്തെല്ലാം പ്ലാൻ ചെയ്തേ. അതെ, കൃത്യസമയത്ത് മോളിനെ വിളിച്ചിരിക്കുന്നു. ഹലോ മോളെ, എന്നാ ഉണ്ട്? നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ പെയിന്റിങ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഉണ്ണിയങ്കിൾ വന്നത്. ഉണ്ണിയങ്കിളിനെ ഓർക്കുന്നില്ലേ? അങ്കിൾ പറയായിരുന്നു ജനുവരി 22 മുതൽ കോട്ടയത്ത് വര ഗാലറിയുടെ പെയിന്റിങ് എക്സിബിഷൻ തുടങ്ങുക. നല്ലതാ. പിന്നെ ഇവർക്കൊരു പ്രത്യേക പേർപ്പസും ഉണ്ട്. ഇതൊരു ക്യാൻസർ രോഗിയായ ഒരു അമ്മയും അവരുടെ സുഖമില്ലാത്തൊരു മകളുമുണ്ട്. അവരുടെ ചികിത്സയ്ക്കും പഠിത്തത്തിനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ നീയും കൂടെ വാ, നമുക്ക് 3 പേർ കൂടെ പോകാം.